blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ അഡ്വാൻസായി ഞാൻ പറയട്ടെ, ഈ എപ്പിസോഡ് നിങ്ങളുടെ ലൈഫിലൊരു വലിയ ബ്ലെസ്സിങ് ആയിരിക്കും. കർത്താവ് നിങ്ങൾ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. സോ വാച്ച് ടുഡേയ്സ് എപ്പിസോഡ് വിത്ത് ആൻ ഓപ്പൺ ഹാർട്ട്. ഇന്നത്തെ ഈ സ്പെഷ്യൽ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് വെൻസ് ആൻഡ് അനീറ്റ മോറിസ്. ടുഡേ is their 25th wedding anniversary. നമ്മളെല്ലാവരും ചേർന്ന് ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നല്ല കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്ന ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. We pray and we bless Vince and Anita right now, Father. Thank you for keeping them safe, keeping them united all throughout these 25 years of their marital life, oh Father. Father, in Jesus' name we release all your rich blessings upon this marriage and upon the family, oh God. Thank you, Lord. അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അവരെ കുട്ടികളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. Lord, give them a bright future, Father, in Jesus. Thank you, Lord. And we also thank you, oh God, for all the blessings that you have showered upon this family so far. Thank you for blessing them. In Jesus' name. Amen. Amen. Happy wedding anniversary, Vince and Anita. Thank you for sponsoring today's episode. കർത്താവ് ധാരാളമായി നിങ്ങളെ, കുടുംബത്തെ, തലമുറകളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കും ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യാം. ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അത് നിങ്ങൾക്ക്, നിങ്ങളുടെ തലമുറകൾക്കൊരു വലിയ അനുഗ്രഹമായിരിക്കും. അപ്പോൾ തന്നെ ഞായറാഴ്ചകളിലുള്ള ലൈവ് ടെലികാസ്റ്റ് നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം. അത് കൂടാതെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ ആഴ്ചതോറും നടക്കുമ്പോൾ നിങ്ങൾക്കത് സ്പോൺസർ ചെയ്യാം. അതിനായി നമ്മുടെ കോൾ സെൻറ്ററിലേക്ക് വിളിക്കുക. കൂടുതൽ വിവരങ്ങൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. തുടർന്ന് ഇന്നത്തെ സന്ദേശത്തിലേക്ക് നാം പോവുകയാണ്. ഇന്നത്തെ സന്ദേശം നിങ്ങളെ സ്പർശിക്കും. കാരണം യേശുവിൻ്റെ സന്ദേശമാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഇതിൻ്റെ അവസാനം യേശു ഇന്ന് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നു. അനുഭവ സാക്ഷികൾ, മിറക്കിൾസ് ടുഡേ കണ്ട ശേഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നതായിരിക്കും. അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. നീ വലിയവൻ യേശുവേ, അങ്ങ് വലിയവൻ. അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ മറ്റാരുമില്ല. You are great, you do miracles
great. There is no one else like you. There is no one else like you. You are great. You do miracles so great. There is no one else like you. There is no one else like you. There is no one else like you. One day Jesus was standing somewhere, ഒരിക്കൽ യേശു കർത്താവ് ഒരു സ്ഥലത്ത് നിൽക്കുകയായിരുന്നു. and all the disciples came to Jesus. എല്ലാ ശിഷ്യന്മാരും യേശുവിന്റെ അടുക്കിലേക്ക് വന്നു. That day they had a special request. അന്നത്തെ ദിവസം അവർക്കൊരു പ്രത്യേകമായിട്ടുള്ള ഒരു റിക്വസ്റ്റ്, ഒരു അപേക്ഷ ലഭിച്ചു. Their request was this: അവർക്ക് കിട്ടിയ അപേക്ഷ ഇതായിരുന്നു, Jesus, യേശുവേ, please increase our faith. യേശുവേ, ഞങ്ങളുടെ വിശ്വാസത്തെ അല്പമൊന്ന് ഉയർത്തണമേ. Please increase our faith. ഞങ്ങളുടെ വിശ്വാസത്തെ അല്പമൊന്ന് വർദ്ധിപ്പിച്ചു തരണമേ. Matthew 7:7 says, മത്തായിയുടെ സുവിശേഷം 7:7 പറയുന്നു, ask and it shall be given unto you. നിങ്ങൾ ചോദിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. Knock and the door shall be opened unto you. മുട്ടുവിൻ നിങ്ങൾക്ക് തുറക്കപ്പെടും. Seek and you shall find. അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും. All who ask will receive. ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു. Meaning God is willing to give. അതിന്റെ അർത്ഥം എന്താണ്? ചോദിക്കുന്നവന് കൊടുക്കാൻ ദൈവം തമ്പുരാൻ തയ്യാറാണെന്ന്. For many centuries and many ages now, Jesus, God is giving to everyone who asks. അനേക വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി ദൈവം തന്നോട് ചോദിക്കുന്നവർക്ക്, യേശു തന്നോട് ചോദിക്കുന്നവർക്ക് നന്മകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. Still He has enough supply to give you. ഇപ്പോഴും അവന് നൽകുവാൻ ധാരാളമായി അവന്റെ കയ്യിൽ നിനക്ക് വേണ്ടിയുള്ള നന്മകൾ ഇരിപ്പുണ്ട്. Your need may be big. ഒരു പക്ഷേ നിങ്ങളുടെ ആവശ്യം ഒരു വലിയ ആവശ്യമായിരിക്കാം. But God is bigger than your need. എന്നാൽ യേശു നിങ്ങളുടെ ആവശ്യത്തെക്കാൾ വലിയവനാണ്, ശക്തിയുള്ളവനാണ്. Hallelujah. Hallelujah. Your debt may be so big. നിങ്ങളുടെ കടം, അതിന്റെ ഭാരം ഇന്നൊരു വലിയ പർവ്വതം പോലെയായിരിക്കാം. But let me tell you something. എന്നാൽ ഞാൻ നിങ്ങളോട് ചിലത് പറയാൻ ആഗ്രഹിക്കുന്നു. God is bigger than your debt. നിന്റെ കടത്തേക്കാൾ വലുതാണ് നിന്റെ ദൈവത്തിന്റെ ശക്തി എന്നുള്ളത്. Hallelujah. Hallelujah. Praise God. Praise God. You may be facing a huge problem. നിങ്ങൾ ഒരു പക്ഷേ ഒരു വലിയ പ്രശ്നത്തെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. God is bigger than your huge problem. നിങ്ങളുടെ ആ വലിയ പ്രശ്നത്തെക്കാൾ വലിയവനാണ് നിന്റെ യേശു എന്നുള്ളത്. Hallelujah. Hallelujah. Paul the apostle says, പൗലോസ് എന്ന് പറയുന്ന അപ്പസ്തോലൻ പറയുകയാണ്, Philippians chapter 4 and verse number 13, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വചനം പറയുന്നു, I can do all things through Christ who strengthens me. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിലും ഞാൻ മതിയാകുന്നു. Can I say it again? ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കട്ടെ. Paul says, പൗലോസ് പറയുന്നു, I can do all things through Christ who strengthens me. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. Hallelujah. Hallelujah. Paul was very weak physically. പൗലോസ് ശാരീരികമായിട്ട് വളരെയധികം ബലഹീനനായിരുന്നു. But he says, എന്നാൽ അവൻ പറയുകയാണ്, there is someone who is strengthening me each day. എന്റെ പുറമെയുള്ള ശരീരത്തിൽ എനിക്ക് ബലഹീനതയുണ്ടെങ്കിലും ഏതോ ഒരുവൻ എന്നെ എന്റെ അകത്ത് നിന്ന് എന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. Hallelujah. Hallelujah. As long as I have the strengthener with me, I can do anything in this life. ആ എന്നെ ശക്തിപ്പെടുത്തുന്നവന്റെ ശക്തി എന്റെ ജീവിതത്തിൽ എത്ര കാലം നിലനിൽക്കുമോ അത്രയും കാലം എനിക്ക് സകലതും ചെയ്യുവാൻ കഴിവുണ്ട്, ഞാൻ സകലത്തിലും മതിയാകുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. Some of you have your life hit on a stone wall.
ചില ആളുകളൊക്കെ നിങ്ങളുടെ ജീവിതം ഒരു സ്റ്റോൺ വാളിൽ ഒരു കല്ലിന്റെ ഭിത്തിയിൽ വന്ന് ഇടിച്ചു നിൽക്കുന്ന പോലെ നിങ്ങൾ ഇപ്പോൾ ഇടിച്ചു നിൽക്കുകയാണ്. You don't know what is next. എന്താണ് ഇനി അടുത്തതെന്ന് നിങ്ങൾക്കറിയില്ല. But Jesus knows what is next. എന്നാൽ എന്താണ് നിങ്ങളുടെ ജീവിതത്തിന്റെ അടുത്തതെന്ന് നിന്റെ യേശുവിനറിയാം. Jesus says, യേശു കർത്താവ് പറയുന്നു, I am the Alpha and I am the Omega. ഞാൻ ആൽഫയും ഞാൻ ഒമേഗയുമാകുന്നു. I am the beginning and I am the end. ഞാൻ ആരംഭവും അതുപോലെ അവസാനവുമാകുന്നു. I know the beginning of your life and I know the end of your life. എനിക്ക് നിങ്ങളുടെ ജീവിതത്തിന്റെ ആരംഭത്തെ കുറിച്ച് അറിയാം, എന്നാൽ ഇതിന്റെ അവസാനം എന്താകുമെന്നുള്ളതും എനിക്കറിയാം. If you give your life to my hands, നിങ്ങളുടെ ജീവിതം എന്റെ കയ്യിലേക്ക് നിങ്ങൾ തന്നാൽ I will start building it. ഞാൻ നിങ്ങളെ പണിയാൻ ആരംഭിക്കും. I will start polishing it. ഞാൻ അതിനെ മൂർച്ചയേറിയതാക്കി മാറ്റാൻ ശ്രമിക്കും. Hallelujah. Hallelujah. Give your life to my hand. എന്റെ കയ്യിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ നൽകുക. This is what Jesus says. അതാണ് യേശു കർത്താവ് പറയുന്നത്. Give me an opportunity. യേശു പറയുകയാണ്, എനിക്കൊരു അവസരം തരിക. Let me perform a miracle in your life. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കാൻ എനിക്കൊരു അവസരം തരിക. And the Lord tells me one more thing. അതുമാത്രമല്ല, ദൈവം മറ്റൊരു കാര്യം കൂടെ എന്നോട് പറയുന്നു. There are some people sitting here, including gents, you are always crying and crying and crying. ഇവിടെ ചില ആളുകൾ, അതിനകത്ത് പുരുഷന്മാർ ഉൾപ്പെടെ ചില ആളുകൾ എല്ലായ്പ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചിലരെ കർത്താവിനെ കാണിക്കുന്നു. Your heart is full of grief and sorrow. നിങ്ങളുടെ ഹൃദയം മുഴുവൻ ഇപ്പോൾ വളരെയധികം കുറ്റബോധത്താലും അതുപോലെ തന്നെ സങ്കടത്താലും നിറഞ്ഞിരിക്കുകയാണ്. To remove your sadness, your depression and your sorrows and your disappointments, Jesus took all the mental agonies in the garden of Gethsemane. ഓർക്കുക, ഗെത്സെമനെ എന്ന് പറയുന്ന തോട്ടത്തിൽ വെച്ച് നിന്റെ സകലവിധമായ ദുഃഖങ്ങളും നിന്റെ സകല സങ്കടങ്ങളും നിങ്ങളുടെ സകല നിരാശകളും എടുത്തു മാറ്റാൻ വേണ്ടി ഗെത്സെമനയുടെ തോട്ടത്തിൽ യേശു കർത്താവ് വേദനകൾ സഹിച്ചു. There were times and years in my life I could not even smile, I could not laugh, I could not rejoice. എന്റെ ജീവിതത്തിൽ ഇതുപോലെ ചിരിക്കാൻ സാധിക്കാത്ത, ഒരിക്കലും സന്തോഷിക്കാൻ സാധിക്കാത്ത സമയങ്ങൾ എനിക്കുണ്ടായിരുന്നു. I was going into depression. അങ്ങനെയുള്ള സമയങ്ങളിൽ ഞാൻ വളരെയധികം നിരാശയിലൂടെ പോയിക്കൊണ്ടിരുന്ന സമയങ്ങളുണ്ടായിരുന്നു. But Jesus came into my life. എന്നാൽ യേശു കർത്താവ് എന്റെ ജീവിതത്തിലേക്ക് വന്നു. He took away each sorrow, each agony. എന്റെ ഓരോ സങ്കടങ്ങളും എന്റെ ഓരോ നിരാശകളെയും അവൻ എന്നിൽ നിന്ന് എടുത്തു മാറ്റി. And today I am so happy. ഇന്ന് ഞാൻ വളരെ സന്തോഷവാനാണ്. I rejoice in the Lord. ഞാൻ കർത്താവിൽ വളരെയധികം സന്തോഷിക്കുന്നു. There is the joy of the Holy Spirit inside of me. ഇന്ന് ദൈവത്തിന്റെ വലിയ സന്തോഷം ഞങ്ങളുടെ അകത്തുണ്ട്. It's bubbling and bubbling and bubbling and bubbling. ഇന്ന് ആ സന്തോഷം എന്റെ അകത്ത് ഉയർന്ന് പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പൊങ്ങി വെളിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. When Jesus comes to your life, യേശു കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ all the sorrows will be taken away. എല്ലാവിധമായ നിങ്ങളുടെ സങ്കടങ്ങളും അവൻ എടുത്തു മാറ്റും. One day Jesus told his disciples, ഒരു ദിവസം യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട്, all your sorrows will turn into joy. നിങ്ങളുടെ സകല ദുഃഖവും ഒരു ദിവസം സന്തോഷമായി മാറും. Hallelujah. Hallelujah. Jesus is the happiness giver. ഓർക്കുക, സന്തോഷം നൽകാൻ കഴിവുള്ളവൻ യേശു മാത്രമാണ്. Jesus is the joy giver. യേശുവാണ് സന്തോഷം നൽകുന്നവൻ. Hallelujah. Hallelujah. And today onwards, ഇന്നു മുതൽ the joy of the Holy Spirit is going to bubble and bubble and bubble inside of you. പരിശുദ്ധാത്മാവിന്റെ സന്തോഷം നിങ്ങളുടെ അകത്ത് ഉയർന്നു പൊങ്ങി വെളിയിലേക്ക് വരാൻ പോകുകയാണ്. I can see the hand of the Holy Spirit moving across this auditorium. ഈ ഓഡിറ്റോറിയത്തിനകത്തേക്ക് പരിശുദ്ധാത്മാവിന്റെ കൈകൾ ചലിക്കുന്നത് ഞാൻ ഇപ്പോൾ കണ്ടുകൊണ്ട് I can see the power of the Holy Spirit coming upon certain people. ചില ആളുകളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് രാത്രിയിൽ ഇറങ്ങി വരുന്ന ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. I can see the hands of Jesus fixing hip problems. ആരുടെയോ ഇടുപ്പലിന്റെ പ്രശ്നത്തെ കർത്താവിന്റെ കരം വന്ന് തൊട്ട് സൗഖ്യമാക്കുന്നത് ഞാൻ കാണുന്നു. The entire skeletal system is being fixed by Jesus. യേശു ക്രിസ്തുവിനാൽ നിങ്ങളുടെ മുഴുവൻ അസ്ഥികൂടവും ഇപ്പോൾ സൗഖ്യമാകുന്നത് ഞാൻ കാണുന്നു. The power of the Holy Spirit is right now moving. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇപ്പോൾ തന്നെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. This is the time to lift your voices and shout Jesus. ഈ സമയത്താണ് കൈകൾ രണ്ടും ഉയർത്തി യേശുവേ എന്ന് ഇവിടെയുള്ള ജനം ചേർന്ന്
അപ്പച്ചന്റെ പേര് ജോർജ് എന്നാണ്. ജോർജ്. കൂടെ നിൽക്കുന്ന ഭാര്യ തങ്കമ്മയാണ്. ഈ വളരെ രസകരമായി തോന്നിയാലും ഇതിന്റെ പിന്നിൽ വളരെ ദുഃഖകരമായ ഒത്തിരി കാര്യങ്ങളുണ്ട്. ദൈവം ചെയ്ത വലിയ കാര്യങ്ങളുണ്ട്. ഈ അപ്പച്ചൻ കഴിഞ്ഞ ജനുവരി മാസത്തിൽ ഒരു ദിവസം വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു. പിന്നീട് ജനുവരി മാസം 14-ാം തീയതി വീണ്ടും പോയി. അപ്പൊ നമ്മൾ ഓർക്ക് ഒരു ടൂർ പ്രോഗ്രാമിനും എല്ലാം പോയതാണ്. അങ്ങനെയല്ല, വീട്ടിലെ ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ നിന്ന് ഇങ്ങനെ മുങ്ങുന്നത്. അങ്ങനെ പോയി സ്നേഹം കൂടിയിട്ട് പോയതാണോ? ജനുവരി 14-ാം തീയതി പോയിട്ട് 18-ാം തീയതി തിരിച്ചു വന്നു. കൂടുതലായിട്ട് ഇങ്ങനെ പോവുകയും അതുപോലെ തന്നെ ചില സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം ഉള്ളത് കൊണ്ട് ഒരു ദിവസം അങ്കിളുടെ മകൾ പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ അപ്പച്ചനെയും അമ്മയും കൂടെ ഞാനൊരു ഓൾഡ് ഏജ് ഹോമിലാക്കും എന്ന് പറഞ്ഞു. പണിഷ്മെന്റ് കൊടുക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ട് അതിനകത്ത് മനസ്സ് നൊന്നിട്ട് ഫെബ്രുവരി 11-ാം തീയതി ആയപ്പം വീട് വിട്ടങ്ങ് പോയി. വീണ്ടും പൊക്കളഞ്ഞു. 3ാമത്തെ മിഷണറി യാത്ര. വീണ്ടും പൊക്കളഞ്ഞു. അന്ന് പോയ സമയത്ത് വീട്ടിൽ ഉപയോഗിച്ചിരുന്ന എല്ലാ സാധനങ്ങളും താൻ എടുത്തുകൊണ്ടാണ് പോയത്. എവിടേക്കാണ് പോയെന്ന് ഒരു വിവരവും ഇല്ലായിരുന്നു. ഏതാണ്ട് 2 മാസത്തോളം ഈ അമ്മ കാത്തിരുന്നു. കാരണം തന്റെ ഭർത്താവ് എവിടെയാണ് എന്ന് ഓർത്തിട്ട്. ആ സമയത്ത് തന്നെ കാണാതിരുന്നത് കൊണ്ട് ഈ അമ്മ ഒറ്റയ്ക്കായതുകൊണ്ട് ലണ്ടനിലുള്ള മകള് വന്ന് ഈ അമ്മയെ അങ്ങ് കൂട്ടിക്കൊണ്ടുപോയി. തിരിച്ചു കൊണ്ടുപോയി, ലണ്ടനിലേക്ക് കൊണ്ടുപോയി. അവിടെ ഇരിക്കുന്ന സമയത്ത് ഈ അമ്മ നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേ പ്രോഗ്രാം ഇന്റർനെറ്റിലൂടെ വാച്ച് ചെയ്യുമായിരുന്നു. അവിടെ അത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏപ്രിൽ 1-ാം തീയതി, ഏപ്രിൽ അവസാനമായിട്ട് ഇന്റർനെറ്റിൽ താൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബ്ലെസ്സിംഗ് ടുഡേയുടെ ഒരു എപ്പിസോഡിൽ തിരുവനന്തപുരത്ത് നടന്ന ഒരു അത്ഭുതത്തിന്റെ സാക്ഷ്യം മിറക്കിൾസ് ടുഡേയിലൂടെ കാണിച്ചിരുന്നു. ആ അത്ഭുതം ഇതായിരുന്നു: ഒരു പുരുഷൻ തന്റെ ഭാര്യയെ ഉപേക്ഷിച്ചിരിക്കുന്നു. എന്നാൽ ആ മകളുടെ അമ്മ, അതായത് ഉപേക്ഷിക്കപ്പെട്ട പെൺകുട്ടിയുടെ അമ്മ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിന് വന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങിപ്പോയി വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ മകളുടെ ഭർത്താവ് തിരിച്ചു വന്ന് ഇപ്പോൾ മകളും ഭർത്താവും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നു എന്ന് പറയുന്ന ഒരു സാക്ഷ്യമായിരുന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ അമ്മ ഉറച്ചു വിശ്വസിച്ചു, എന്റെ ഭർത്താവ് തിരിച്ചു വരും. ഇവരത് പറയാൻ തുടങ്ങി. നടന്ന അത്ഭുതം എന്നുള്ളത് വിത്തിൻ ഡേയ്സ് ഈ പിതാവിന്റെ ഒരു കോൾ ഇവർക്ക് കിട്ടിയിരിക്കുകയാണ്. ഇദ്ദേഹം മുംബൈയിലുണ്ട്. അദ്ദേഹത്തിന് ഒരു ആക്സിഡന്റ് സംഭവിച്ചിരിക്കുന്നു. ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് ഡോക്ടേഴ്സ് ഇവിടെ വിളിച്ചിരിക്കുകയാണ്. ആ സമയത്ത് ഈ അമ്മ അവിടെ നിന്നിട്ട് പറഞ്ഞു, ഇല്ല, എന്റെ ഭർത്താവിന്റെ അടുക്കിലേക്ക് ഞാൻ വരികയാണ്, ഇദ്ദേഹത്തിന് ഓപ്പറേഷന്റെ ആവശ്യമേ ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ വിശ്വാസത്തോടെ വന്നു, പിതാവിനെ കണ്ടു. അവരുടെ പ്രാർത്ഥന നിമിത്തമായിട്ട് ഓപ്പറേഷൻ വേണ്ട എന്ന് വെച്ചു. അങ്ങനെ പൂർണ്ണ സൗഖ്യത്തോടുകൂടെ അപ്പനെയും കിട്ടി, ഓപ്പറേഷനും മാറ്റിവെക്കപ്പെട്ടു. അങ്ങനെ ഈ കുടുംബം ഈ കഴിഞ്ഞ സെപ്റ്റംബർ 6-ാം തീയതി മുതൽ ഈ അപ്പനും അമ്മയും ബ്ലെസ്സിംഗ് ടുഡേ പ്രോഗ്രാം നിമിത്തമായി ഒരുമിച്ച് താമസിക്കുകയാണ്. ഒരു സാക്ഷിയുള്ളത്, ഈ അപ്പച്ചൻ അന്നത്തെ ആ ഒരു ആക്സിഡന്റിൽ ഈ കൈയുടെ ഷോൾഡേഴ്സ് വളരെ സ്റ്റിഫായിരുന്നു. ഇവിടം വരെ ആദ്യം ഉയർത്തുന്നത് അവിടം വരെ ഉയർത്തുള്ളായിരുന്നു. പക്ഷെ ഇന്ന് ഇവിടെ ബ്രദർ ഡാമിയൻ പ്രെയർ ലീഡ് ചെയ്ത സമയത്ത് താങ്കൾ പറഞ്ഞിരുന്നു, ഇങ്ങനെ കൈയുടെ ഷോൾഡറിന് പ്രശ്നമുള്ള വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. ഇപ്പൊ അപ്പച്ചൻ പറയുന്നത് പൂർണ്ണമായിട്ടും ഉയർത്താമെന്നാണ്. Somebody's stiff shoulder has just been loosed in the name of Jesus. ആരുടെയോ സ്റ്റിഫായിട്ട് അനക്കാൻ സാധിക്കാതെ നിൽക്കുന്ന തോളിന്റെ ആ ഭാഗത്തെ കർത്താവ് ഇപ്പോൾ തൊടുന്നു. അത് ഇപ്പോൾ തന്നെ അനങ്ങാൻ തുടങ്ങുന്നു യേശുവിന്റെ നാമത്തിൽ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ഇവരെ അനുഗ്രഹിക്കുന്നു. ഇവരുടെ ഇടയിൽ വന്ന എല്ലാ പ്രശ്നങ്ങളെയും കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഞങ്ങളിപ്പോൾ തുടച്ചു മാറ്റുന്നു. ഒരു പുതിയ ജീവിതം അവർ ആരംഭിച്ചല്ലോ. സമാധാനം നദി പോലെ ഒഴുകട്ടെ. ഇവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ സാക്ഷ്യം കാണുന്നവരും കർത്താവേ, ഉള്ള ഒരേ ഒരു ജീവിതം ഏറ്റവും സമാധാനപരമായി ഒരുമിച്ച് ജീവിക്കാൻ ദമ്പതികൾ തീരുമാനിക്കട്ടെ. ഇത് കാണുന്ന കുടുംബങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. യേശു നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതങ്ങളല്ല, മഹാത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ ശക്തനാണ്. ആവശ്യമുള്ളത് വിശ്വാസമാണ്, നിഷ്കളങ്കമായ വിശ്വാസം. അങ്ങനെ വിശ്വസിക്കുക. ഞാനിപ്പോൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. നല്ല കർത്താവേ, ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന ഓരോരുത്തരെയും അങ്ങ് തൊട്ട് അനുഗ്രഹിക്കുന്നതിനായി നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ചന്ദ്രൻ എന്നു പേരുള്ള ഒരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് പ്രത്യേക രീതിയിൽ സൗഖ്യമാക്കുന്ന ഞാൻ കാണുന്നു. പ്രത്യേകിച്ച് ആ വ്യക്തിയുടെ പ്രോബ്ലം ഈ അന്നനാളം മുതൽ താഴേക്ക് കുടൽ വരെ ആ ഭാഗത്തേക്ക്
ചുരുങ്ങുകയും എന്തൊക്കെയോ പ്രോബ്ലംസ് ആ ട്രാക്കിൽ അനുഭവിക്കുന്നൊരു ചന്ദ്രൻ എന്ന പേരുള്ളൊരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കും. നിങ്ങൾക്ക് ഭക്ഷണം നന്നായി കഴിക്കാൻ സാധിക്കുന്നില്ല, വല്ലാതെ നിങ്ങളുടെ ശരീരം മെലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ആ സൗഖ്യത്തെ സ്വീകരിക്കുക ഇൻ ജീസസ് നെയിം. അതുപോലെ ശരീരത്തിലെ ത്വക്ക് പ്രത്യേക രീതിയിൽ പഴുത്ത് പോകുന്ന ഒരു പ്രത്യേക രോഗത്തെ കർത്താവ് ഇപ്പോൾ എന്നെ കാണിക്കുന്ന ആ വ്യക്തിയെ കർത്താവ് മുഴുവനായും സൗഖ്യമാക്കുകയാണ് ഇൻ ജീസസ് നെയിം. അതുപോലെ ഈ ആംപിറ്റിൽ, ഈ കക്ഷത്തിൽ ഒരു പ്രത്യേക രീതിയിലുള്ള മുഴ പോലെ എന്തോ വന്നത് വളരെ മലീഗ്നൻ്റായി ഒരു വല്ലാത്ത പ്രശ്നത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു ഇൻ ജീസസ് നെയിം. ആ വ്യക്തി ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ഫാദർ. അതുപോലെ വിവിധ രീതിയിലുള്ള ക്യാൻസറുകൾ സൗഖ്യമാകട്ടെ. വി വർഷിപ്പ് യു ഫാദർ. നട്ടലിലെ ക്യാൻസർ സൗഖ്യമാകട്ടെ. നട്ടലിൻ്റെ ഡിസ്കുകളിലുള്ള തകരാറുകൾ, അടുത്തതോ അകന്നതോ ഒക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ ഡിസ്കുകൾ നിരതെറ്റിയിരിക്കുന്നത് ഒക്കെ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ചില ശരീരങ്ങളിൽ ഈ പ്രാർത്ഥന നടക്കുമ്പോൾ തന്നെ ശരീരത്തിനകത്ത് എല്ലുകളുടെ ഭാഗത്ത് ജോയിൻറ്റുകളിലൊക്കെ പ്രത്യേക രീതിയിലൊരു പൊട്ടൽ ശബ്ദം പോലെ നിങ്ങൾക്ക് മനസ്സിലാവും അകത്തെന്തോ സംഭവിക്കുന്നത്. ഡിസ്ലൊക്കേറ്റ് ചെയ്യപ്പെട്ട അസ്ഥികൾ ശരിയായ സ്ഥാനത്തേക്ക് മടങ്ങി വരുന്നതിൻ്റെ ശബ്ദമാണ്. അസ്ഥികൾ തെറ്റിപ്പോയത് യഥാർത്ഥ സ്ഥാനത്തേക്ക് യേശുവിൻ്റെ നാമത്തിൽ മടങ്ങി വന്ന് വീഴട്ടെ ഇൻ ജീസസ് നെയിം. പല ചികിത്സകൾ നിങ്ങൾ ചെയ്തു, പക്ഷേ യേശുവിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. താങ്ക് യു ലോർഡ്. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതകരമായി അവർക്ക് കുഞ്ഞുങ്ങളെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ് ഇൻ ജീസസ് നെയിം. പൈൽസ് രോഗം സൗഖ്യമാകട്ടെ. ഹെർണിയ സൗഖ്യമാകട്ടെ. അതുപോലെ ഫിസ്റ്റുല എന്ന രോഗം ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഫൈബ്രോയിഡ്, ഗർഭപാത്രത്തിനകത്തുള്ള മുഴകൾ മാറട്ടെ. ഓവറിലുള്ള സിസ്റ്റുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കുടലിനകത്തുള്ള അൾസർ സൗഖ്യമാകട്ടെ. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ശിരസ് മുതൽ പാദം വരെ ഏത് രോഗമായിരുന്നാൽ ഇപ്പോൾ വിശ്വസിക്കുക ഇൻ ജീസസ് നെയിം ബി ഹീൽഡ്. ഒരു വലിയ സൗഖ്യത്തെ കർത്താവെ നീ പകർന്നതിനായി നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്. ദൈവിക രോഗസൗഖ്യത്തിനായി നന്ദി പറയുന്നു. വി വർഷിപ്പ് യു ഫാദർ. താങ്ക് യു ലോർഡ്. ദൈവത്തിൻ്റെ അത്ഭുതകരമായ രോഗസൗഖ്യങ്ങളെ കർത്താവെ ജനത്തിൻ്റെ മേൽ പകർന്നതിനായി വീണ്ടും നന്ദി പറയുന്നു. ജീസസ് നെയിം ആമേൻ. പ്രത്യേകിച്ച് നിങ്ങളുടെ പേരോ കാര്യങ്ങളോ പറഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങളിപ്പോൾ വിശ്വസിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഒന്നും ഫീൽ ചെയ്ത് കാണുകയില്ല. ബട്ട് ചെക്ക് യുവർ ബോഡീസ്. കർത്താവ് രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്. കോൾ സെൻറ്ററിലെ നമ്പറുകളിൽ വിളിക്കുക. തുടർന്നുള്ള പ്രെയർ അസിസ്റ്റൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്ന് മൈസൂരിൽ ആദ്യമായി നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. വ്യക്തിപരമായി നിങ്ങളുടെ അടുക്കൽ വന്ന്, നിങ്ങളുടെ വീട്ടിൽ വന്ന് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. പ്ലീസ് ഡു കം. ദൂരെയാണെങ്കിലും അകലെയാണെങ്കിലും അടുത്താണെങ്കിലും വരണം. കർത്താവ് നിങ്ങളെ തീർച്ചയായും അനുഗ്രഹിക്കും. നാളെ ബാംഗ്ലൂരിലാണ് നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത്. ജോലിയിലാണെങ്കിൽ പോലും ലീവ് എടുത്താണെങ്കിൽ പോലും വരണം. അതിൻ്റെ അനുഗ്രഹങ്ങളും നന്മകളും ദൈവം നിങ്ങളുടെ മേലും കുടുംബത്തിൻ്റെ മേലും ചൊരിയും. ഈ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ വരുമ്പോൾ മറക്കാതെ നിങ്ങൾ ചെയ്യേണ്ടത്, ഒന്ന്, പ്രഷ്യസ് ലൈഫ് അല്ലെങ്കിൽ വിലയേറിയ ജീവിതം എന്ന DVD സെറ്റ്, 7 സന്ദേശങ്ങളടങ്ങിയ ഈ സെറ്റ് ചോദിച്ച് നിങ്ങൾ വാങ്ങുക. നിങ്ങളുടെ ലൈഫിനെ തീർച്ചയായും ഇത് ട്രാൻസ്ഫോം ചെയ്യും. ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നുള്ള പ്രസിദ്ധീകരണമായ ആശിഷമാരി ഷവേഴ്സ് ഓഫ് ബ്ലെസ്സിങ് എന്ന ഈ പുസ്തകം ചോദിച്ചു വാങ്ങുക. കർത്താവ് ഇതിലൂടെ നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കും. ഗോഡ് ബ്ലെസ് യു. സീ യു ഓൺ മൺഡേ. ബൈ. ഇരുളിലിരിക്കുന്നവർക്ക് യേശു പ്രകാശം നൽകുന്നു. മാത്രമല്ല ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമാണ് യേശു. ആത്മീയ വെളിച്ചമാണ് യേശു. വെൽക്കം ടു ബൈബിൾ ന്യൂ. ഇന്നത്തെ ചോദ്യം ഇതാണ്: നോഹയുടെ കാലത്തെ സംഭവം പോലെ ആരുടെ നാളിലാണ് സംഭവിക്കുന്നത്? In whose days things will happen as it was in the days of Noah? Options: A. ആദാമിന്റെ, B. എബ്രഹാമിന്റെ, C. മനുഷ്യപുത്രന്റെ, D. മോശയുടെ. നിങ്ങളുടെ ഉത്തരങ്ങൾ 9958 99959 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോമാറ്റ് BT
space option A, B, C or D. പ്രാർത്ഥനയ്ക്കും മറ്റു വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484 4222111 0484 4222111. ഞങ്ങളുടെ വെബ്സൈറ്റുകൾ www.themasterministries.org, www.blessingtoday.tv, ഇമെയിൽ info@blessingtoday.tv. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.